നമസ്കാരം. ഒരു വിഷയത്തിൽ ഒരു ഡസനോളം വീഡിയോ ചെയ്യുക എന്ന് പറയുമ്പോൾ ആ വിഷയത്തിൻ്റെ ഗൗരവം എല്ലാവർക്കും മനസ്സിലാകും. 2024 ഒക്ടോബർ മാസം 16-ാം തീയതി നമ്മളെ വിട്ടുപിരിഞ്ഞ, അതുവരെ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന, കണ്ണൂർ റേഡിയമായിരുന്ന മലയാളപ്പടി സ്വദേശിയായ നവീൻ ബാബുവിൻ്റെ മരണത്തിൻ്റെ ദുരൂഹത നീക്കുവാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ഭാര്യ കഴിഞ്ഞ ദിവസം കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന് മുമ്പിൽ ഒരു ഹർജി ഫയൽ ചെയ്യുകയും അതിൻ്റെ വാദം നടക്കുകയും ചെയ്തു. ഇതിനെ സംബന്ധിച്ച് പല തരത്തിലുള്ള വിമർശനങ്ങളും ഒക്കെ വന്നു. സാധാരണഗതിയിൽ നമ്മൾ കോടതിയിലൊരു കേസ് ഫയൽ ചെയ്യുമ്പോൾ സാധാരണ ഇത്തരം കേസുകളിൽ അല്ലെങ്കിൽ ഹൈക്കോടതിയിൽ നടക്കുന്ന കേസുകളിൽ വക്കീലന്മാർ കക്ഷിയോട് ചോദിക്കും, എൻ്റെ സ്റ്റാൻഡ് അവിടെ എന്താണ് എടുക്കേണ്ടതെന്ന്. കക്ഷികൾ തങ്ങൾക്ക് എന്താണോ വേണ്ടതെന്ന് ആ പ്രയറിൽ പറഞ്ഞിരിക്കുന്ന അതേ കാര്യങ്ങൾക്ക് തന്നെ ഊന്നൽ നൽകി സംസാരിക്കാൻ പറയും. സിംഗിൾ ബെഞ്ചിന് മുമ്പിൽ കൊടുത്ത CBI അന്വേഷണം വേണമെന്ന് പറഞ്ഞു കൊടുത്ത പരാതിയിൽ, ഹർജിയിൽ കൃത്യമായി മഞ്ജുഷ പറഞ്ഞിരുന്നു CBI എൻക്വയറി തന്നെ വേണം എന്നുള്ളത്. അത് മഞ്ജുഷയുടെ ഭാഷ്യമായിരുന്നു, മഞ്ജുഷയുടെ ആവശ്യമായിരുന്നു. ആ ആവശ്യം അതേപടി സിംഗിൾ ബെഞ്ചിന് മുമ്പിൽ അന്ന് ഈ കേസ് വാദിച്ച വക്കീൽ അവതരിപ്പിച്ചു. കോടതികളിൽ വരുന്ന കമന്റിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ കോടതി തിരിച്ചു ചോദിക്കുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ വക്കീലന്മാർ ഒരുപക്ഷെ കാര്യങ്ങളിൽ ഒരു ഡൈവേർഷനൊക്കെ ഉണ്ടാക്കാം. പക്ഷെ ഇവിടെ CBI എൻക്വയറി അല്ല എങ്കിൽ ഒരു ചെറിയ ഉപകാരം എന്ന രീതിയിൽ നമ്മുടെ കേരളത്തിലെ മറ്റൊരു പോലീസിൻ്റെ വിഭാഗമായ, അറിയാമല്ലോ, CBCID ആയാലും മതി എന്നുള്ള രീതിയിൽ, ക്രൈംബ്രാഞ്ച് അന്വേഷണമായാലും മതി എന്ന രീതിയിലേക്ക് അവർ താഴേക്ക് വന്നു. എന്താണ് എൻ്റെ കാരണം? ഈ കേരളത്തിലെ ലക്ഷോപലക്ഷം വരുന്ന ആൾക്കാർ, വീട്ടമ്മമാരാണ് ഏറ്റവും കൂടുതൽ ഈ മരണത്തിൽ ദുരൂഹത ഉണ്ടെന്നും അത് അന്വേഷിക്കണമെന്നും പറഞ്ഞത്. അങ്ങനെ ലക്ഷോപലക്ഷം അല്ലെ കോടിക്കണക്കിന് ആൾക്കാരുടെ ആഗ്രഹമായ ഈ മരണം CBI അന്വേഷിക്കണമെന്നുള്ള ആവശ്യത്തിൽ നിന്ന് മഞ്ജുഷ പുറകോട്ട് പോകാനുള്ള കാരണം എന്താണ്? പത്തനംതിട്ട കളക്ടറേറ്റിൽ അവരിപ്പോൾ ജോലി ചെയ്യുന്നു. ഗസറ്റഡ് റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥയാണ്. അവർ ഒരുപക്ഷെ ഭീഷണിയുടെ മുമ്പിൽ തലകുനിച്ചിരിക്കുന്നു എന്ന് വേണം കരുതാൻ. ആ കേസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച് CBI എൻക്വയറി വേണമെന്ന് ആവശ്യപ്പെട്ടവർ, ബന്ധുക്കൾ ഉൾപ്പെടെയുള്ളവർ, നിയമപരിജ്ഞാനമുള്ളവർ, പത്തനംതിട്ട കോടതികളിൽ പ്രാക്ടീസ് ചെയ്യുന്നവരൊക്കെ തന്നെ അതിനെ കാര്യമായി എടുക്കുന്നില്ല എന്നാണ് കഴിഞ്ഞ കുറേ വീഡിയോകളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, ഭീഷണിക്ക് മുമ്പിൽ അവർ മുട്ടുമടക്കിയിരിക്കുന്നു എന്ന് വേണം കരുതാൻ. മറ്റാരും പ്രതിസ്ഥാനത്തുള്ള പ്രതിസ്ഥാനത്ത് ആരോപിക്കപ്പെടുന്ന ആരും ആ കോടതിയിൽ ഇല്ലാത്ത സമയത്താണ് ഇങ്ങനെ ഒരു മലക്കം മറിച്ചിൽ ഈ കേസിന്റെ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഒരുപക്ഷെ തൻ്റെയും താൻ ഇല്ലാതെ വന്നാൽ തൻ്റെ പെൺമക്കൾ അനാഥരാകുമെന്ന് വിചാരിച്ചിട്ടാകാം ഈ ഭീഷണി ഉണ്ടായിരിക്കുന്നത്. ഒരു സ്ത്രീയാണല്ലോ, അവരെ എത്രമാത്രം വിരട്ടാമോ അത്രമാത്രം വിരട്ടിയിട്ടുണ്ടാകും എന്ന് വേണം കരുതാൻ. ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചുകൊണ്ട് എന്തെങ്കിലും സംഭവിക്കുമെന്ന് ചോദിച്ചാൽ ഒന്നും സംഭവിക്കില്ല. ക്രൈംബ്രാഞ്ച് എന്ന് പറയുന്നത് കേരള പോലീസിന്റെ മറ്റൊരു വിഭാഗമാണ്. കേസുകൾ എപ്പോഴും എഴുതി തള്ളാനും തെളിവുകൾ നശിപ്പിക്കാനും പറ്റിയ വിഭാഗമാണ് ക്രൈംബ്രാഞ്ച് എന്നുള്ളതാണ് സത്യം. അവർക്ക് ആവശ്യമുള്ള രീതിയിൽ അവർ കേസ് അന്വേഷിക്കും, ആവശ്യമില്ലാത്തതെങ്കിൽ അവർ ആ രീതിയിൽ അന്വേഷിക്കുകയില്ല. കേരളത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച് പുറത്തു കൊണ്ടുവന്ന എത്ര കേസുകളുണ്ട്? അതിൻ്റെ ഒരു പട്ടിക എടുത്താൽ തന്നെ നമുക്ക് മനസ്സിലാകും, ഈ കേസ് ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് തോന്നുന്നു. കേരള ഹൈക്കോടതിയിലെ ജഡ്ജിമാർക്കും വലിയ താല്പര്യമില്ലെന്ന് തോന്നുന്നു CBI എൻക്വയറി വരാൻ. നമ്മൾ അന്ന് നേരത്തെ പറഞ്ഞിരുന്നു അവർ സുപ്രീം കോടതിയിലേക്ക് പോകട്ടെ എന്ന്. പോകുമെന്ന് നമ്മൾ ഇപ്പോഴും പ്രതീക്ഷിക്കുകയാണ്. ഹൈക്കോടതി കേസ് CBI എൻക്വയറി കൊടുത്തില്ല എങ്കിൽ അങ്ങനെ പോകുമെന്നാണ് തോന്നുന്നത്. സംസ്ഥാന സർക്കാർ കൊടുക്കുന്ന അഫിഡവിറ്റിന്റെ പുറത്ത് കോടതി സംസ്ഥാന സർക്കാരിനോടൊപ്പം നിൽക്കും, അന്വേഷണം നല്ലതാണ്, അത് തന്നെ പോകട്ടെ എന്ന് ആയിരിക്കും മിക്കവാറും ഡിവിഷൻ ബെഞ്ചും പറയാൻ പോകുന്നത്. അതല്ല എങ്കിൽ ഈ പറഞ്ഞ പോലെ അതില്ലെങ്കിൽ മറ്റേത് മതി എന്ന് പറഞ്ഞ പോലെ ഒരു ക്രൈംബ്രാഞ്ച് എൻക്വയറി ആയിരിക്കും അല്ലെങ്കിൽ പ്രഖ്യാപിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് സത്യം. എന്ന് വെച്ചാൽ അത്രയേ ഉള്ളൂ. നവീൻ ബാബു എന്ന ആൾ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചു. കൊലപാതകമാകാം, ആത്മഹത്യയാകാം, അല്ലെ രണ്ടും കൂടിയാകാം. എന്തായിരുന്നാലും അദ്ദേഹത്തിൻ്റെ ആത്മാവിന് ശാന്തി കിട്ടുന്നതിന് വേണ്ടിയും അദ്ദേഹം എങ്ങനെ മരിച്ചു എന്നറിയാനുള്ള മനുഷ്യന്റെ, കേരള ജനങ്ങളുടെ ആഗ്രഹത്തിന്റെ മേലുള്ള ഒരാണിയടിയാണ് മഞ്ജുഷയുടെ വക്കീൽ കഴിഞ്ഞ ദിവസം കോടതിയിൽ കാണിച്ചത്. ഈ കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ഒറ്റയ്ക്ക് തങ്ങളോടൊപ്പം നിൽക്കുന്നു എന്ന് അറിഞ്ഞിട്ട് പോലും ആ സ്ത്രീക്ക് വേണ്ടി ഹൈക്കോടതിയിൽ വാദിച്ച വക്കീൽ അങ്ങനെ ഒരു തകിടം മറിച്ചിൽ നടത്തണമെങ്കിൽ ഈ പിന്നിൽ അവർക്ക് ഭീകരമായ രീതിയിലുള്ള ഭീഷണി ഉണ്ടായിരിക്കും.
ജീവന ഭീഷണി ഉണ്ടെങ്കിൽ ഒരു സ്ത്രീയും അങ്ങനെ ചെയ്യില്ലായിരിക്കാം. മനസ്സിൽ വേദനിച്ചുകൊണ്ടായിരിക്കാം അവരൊരു പക്ഷേ അങ്ങനെ ആയാലും മതി എന്ന് വക്കീലിനോട് പറഞ്ഞത്. അവളുടെ ഭാഗത്തു നിന്നുള്ള ഈ പിൻവലിയലാണ് വക്കീലിലൂടെ കോടതിയിൽ പ്രകടമായിരിക്കുന്നത്. ഏത് നവീൻ ബാബു ആര് മരിച്ചാൽ എന്ത്, തങ്ങൾക്കുള്ളത് കിട്ടണമെന്ന് മാത്രമേ ഇതുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ ആൾക്കാർക്കും, കോടതി വിമർശിക്കുകയല്ല, ഈ കേസ് കേൾക്കുന്നവർക്കും കേൾപ്പിച്ചവർക്കും അവർക്കെതിരെ വേണ്ടി വാദിക്കുന്നവർക്കും ഒക്കെ ഉള്ളൂ. നവീൻ ബാബു മരിച്ചു, ഇനി ജീവിച്ചിരിക്കുന്നവരൊക്കെ നമ്മുടെ സ്വന്തം ആൾക്കാരാണ്, ഇവരെ കൊണ്ട് പ്രയോജനമുണ്ടാകും. നവീൻ ബാബു എന്ന് പറഞ്ഞ ആള് 6-7 മാസം കഴിഞ്ഞിരുന്നെങ്കിൽ ഇദ്ദേഹം ഒരു മുൻ റവന്യൂ ഉദ്യോഗസ്ഥനായിരുന്നേനെ. അപ്പൊ അയാളെ കൊണ്ട് അന്നും പ്രയോജനമില്ല. അപ്പൊ പ്രയോജനമുള്ളവരാണ് ഇവിടെ ബാക്കി നിൽക്കുന്നവർ. അവർ നമ്മളോടൊപ്പം നിൽക്കട്ടെ എന്നുള്ള ആഗ്രഹമായിരിക്കാം ഇത്തരം കാര്യങ്ങളിൽ എതിർക്കുന്നവർക്ക് വേണ്ടി നിൽക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് തന്നെയായിരിക്കും സത്യം. ആ ചിന്തയായിരിക്കും നിങ്ങൾക്കുള്ളതും എന്നെനിക്ക് തോന്നുന്നു. എന്തായിരുന്നാലും ഞാനിപ്പോഴും ബലമായി വിശ്വസിക്കുന്നു, കോടതി വിധി വരുന്നവരെ എനിക്കും നിങ്ങൾക്കും വിശ്വസിക്കാം. എന്തൊക്കെയാണെങ്കിലും ഈ ഫയലിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ നവീൻ ബാബുവിൻ്റെ മരണത്തിൽ CBI എൻക്വയറി തന്നെ കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പ്രഖ്യാപിക്കുമെന്ന പ്രതീക്ഷയോടെയാണ് നമുക്കിപ്പോഴും ഇരിക്കാൻ സാധിക്കുന്നത്. അങ്ങനെ ആവണമെന്നാണ് നിങ്ങളുടെയും എൻ്റെയും ഈ സമൂഹത്തിൻ്റെ ആഗ്രഹം എന്നറിയാം. ഒരു കാര്യം കൂടി സൂചിപ്പിക്കുന്നു, എൻ്റെ ചാനലിൻ്റെ മോണറ്റൈസേഷൻ ആരംഭിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കാണുക. അങ്ങനെ കാണും. നിങ്ങൾ ഇതുവരെ ചെയ്തു തന്നിട്ടുള്ള എല്ലാ സ്നേഹ സപ്പോർട്ടിനും നന്ദി, നമസ്കാരം.